ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ഭക്തന്മാരെ പല സ്ഥലങ്ങളിലായിക്കൊണ്ട് പലതരത്തിലുള്ള ആചാരാനുഷ്ഠാനങ്ങളോട് കൂടിയിട്ടുള്ള നിസ്വാർത്ഥമായിട്ടുള്ള സൽക്കർമ്മങ്ങള്, അതുപോലെ തന്നെ നിഷ്കാമ കർമ്മങ്ങളോടുകൂടി കർമ്മങ്ങളെ അനുഷ്ഠിക്കുന്നതായിട്ടുള്ള ബ്രാഹ്മണര്, ജ്ഞാനികളായിട്ടുള്ള ബ്രാഹ്മണര് എല്ലാ ലൗകിക ജീവിതത്തെയും മാറ്റിവെച്ചുകൊണ്ട് ലോക നന്മയ്ക്ക് വേണ്ടിയിട്ട് തപസ് ചെയ്യുന്നതായിട്ടുള്ള ഋഷീശ്വരന്മാര്, ഇവരുടെയൊക്കെ അപാര കാരുണ്യം ഒന്നുകൊണ്ട് മാത്രമാണ് യഥാർത്ഥത്തില് നമുക്ക് വല്ലപ്പോഴുമാണെങ്കിൽ പോലും ഉപാസനകളിൽ പങ്കെടുക്കുവാനും ഈശ്വരനാമം ജപിക്കുവാനും ഒക്കെ സാധിക്കുന്നുവെങ്കിൽ അവരുടെയൊക്കെ പാദങ്ങളിൽ ദണ്ഡ നമസ്കാരം ചെയ്തുകൊണ്ട് നമുക്ക് ഇന്നത്തെ ഈ സത്സംഗത്തിലേക്ക് പ്രവേശിക്കാം. നമ്മളുടെ ഈ മനുഷ്യ ജീവിതത്തില് പലതരത്തിലുള്ള ത്യാഗങ്ങളും ത്യാജ്യങ്ങളുമായിട്ടുള്ള കാര്യങ്ങളുണ്ട്. ത്യാജ്യ വിവേകം എന്ന് പറയും. ത്യാഗം എന്ന് പറഞ്ഞാൽ സഹിക്കുക, ത്യാജ്യം എന്ന് പറഞ്ഞാലോ ഒഴിവാക്കേണ്ടി വരിക. അപ്പം നമ്മളുടെ ഈ മനുഷ്യ ജന്മം കൊണ്ട് നമുക്ക് പലതും, നമുക്ക് ചിലപ്പോൾ ഏറ്റവും വേണ്ടപ്പെട്ടത് ചിലപ്പം ഒഴിവാക്കേണ്ടി വരും. ചിലത് നമുക്ക് നമ്മൾ പറയില്ലേ ഫൊർഗീവ് ആൻഡ് ഫൊർഗെറ്റ് എന്ന് പറയും. മറക്കാനും പറ്റണം, പൊറുക്കാനും പറ്റണം, രണ്ടും വേണം. ഇതാണ് ത്യാജ്യ വിവേകം എന്ന് പറയുന്നത്. ഈ ഒരു വിവേകം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് യഥാർത്ഥമായിട്ടുള്ള ആ സൽ ഭാവത്തിലേക്ക് അല്ലെങ്കിൽ സജ്ജനത്തിലേക്ക് നമുക്ക് ഉയരാൻ സാധിക്കുകയുള്ളൂ എന്ന് പറയാം. നമുക്കൊക്കെ ഭക്തന്മാരെന്നോ സജ്ജനങ്ങളെന്നോ ഒക്കെ നമുക്കിങ്ങനെ വെറുതെ പറയാമെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ നമ്മളൊക്കെ അതിലേക്ക് എത്തിയിട്ടുണ്ടോ എന്നാണ് നമ്മൾ ചിലപ്പോൾ നമുക്ക് ഒന്ന് ഒന്ന് വിശകലനം ചെയ്യേണ്ടി വരും. നമുക്ക് എന്താണെന്ന് വെച്ചാല് പലതും ഇന്ന് നമുക്ക് നടപ്പാക്കാൻ സാധിക്കുന്നത് പണം കൊണ്ടാണെന്ന് വിചാരിക്കാം, അല്ലെ? പലതും എന്തിനും പണമുണ്ടെങ്കിൽ എന്തും കാര്യങ്ങളും നമുക്ക് സാധിക്കുന്നത്. പക്ഷെ ചില കാര്യങ്ങളൊന്നും പണം കൊണ്ടൊന്നും അതിലേക്ക് എത്തിച്ചേരാൻ എളുപ്പമല്ല. അപ്പൊ ഈ സൽഭാവത്തിലേക്ക് എത്തുക എന്നുള്ളത് തന്നെയാണ് ഈ മനുഷ്യജന്മത്തിന്റെ ലക്ഷ്യവും. അതാണ് ഏറ്റവും വലിയൊരു വിരോധാഭാസം അവിടെയാണ്, അല്ലേ? പിന്നെ നമ്മൾ വിചാരിക്കും പണം കൊണ്ട് എത്തുമായിരുന്നു എങ്കിൽ നമുക്ക് ഇത്രയും പണമുള്ളവരൊക്കെ സജ്ജനങ്ങളായിട്ട് മാറുന്നുണ്ടോ? ഇല്ലല്ലോ. അപ്പൊ പണമൊന്നും ഒരിക്കലും ആധാരമല്ല ശരി. അപ്പൊ ചില ഘട്ടങ്ങളില് നമ്മൾ ചിലത് ത്യജിക്കേണ്ടി വരും, ചിലത് സഹിക്കേണ്ടി വരും, ചിലത് മറക്കേണ്ടി വരും. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് യഥാർത്ഥമായിട്ടുള്ള നമ്മുടെ ലക്ഷ്യത്തിലേക്ക് നമുക്ക് കടന്നുകൂടാൻ സാധിക്കുകയുള്ളൂ എന്ന് പറയാണ്. പലതും നമുക്ക് തോന്നും, അല്ലെ, പണം കൊണ്ട് നമുക്ക് എല്ലാം നേടിയെടുക്കാനില്ല. പണം ഇല്ലെങ്കിലും കുഴപ്പമില്ല, മറിച്ച് ഈ ഒരു ഭാവം നമ്മളുടെ ഉള്ളിൽ ഉണ്ടെങ്കിൽ പലതും നമുക്ക് പൊറുക്കാൻ പറ്റുക, പലതും നമുക്ക് ഒഴിവാക്കാൻ നമുക്ക് പറ്റുക. ഇതിനു വേണ്ടിയിട്ട് ഈ ഒരു സൽഭാവത്തെ നമുക്ക് ഉറപ്പിച്ചു നിർത്തണമെങ്കിൽ, അല്ലെങ്കിൽ കറകളഞ്ഞതായിട്ടുള്ള ഒരു ശുദ്ധ മനസ്സ് നമുക്ക് ഉണ്ടാവണമെങ്കിൽ പലതും ഇന്ന് നമ്മൾ പലതിനോടും നമുക്ക് ഭ്രമിച്ച്, അല്ലെങ്കിൽ പലതിനോടും ചേർന്ന് ഒട്ടിപ്പിടിച്ചിരിക്കുകയായിരിക്കും. അപ്പം അതൊക്കെ നമുക്ക് വിടുവിക്കാനുള്ള ഒരു മനസ്സ് നമുക്ക് ഉണ്ടാവണം. അപ്പൊ എന്തിനാണ് പ്രാബല്യം കൂടുതലെന്ന് നോക്കിയാൽ മതി, അല്ലെ? ഗൗണധർമ്മവും മുഖ്യധർമ്മവും പറയുന്നത് പോലെ തന്നെ മുഖ്യധർമ്മം എന്താണെന്നുള്ളത് മനസ്സിലാക്കുമ്പോൾ നമുക്ക് ഇതൊക്കെ ഗൗണധർമ്മത്തിലേക്ക് പെടുത്തുമ്പോൾ നമ്മളെ ഇതൊന്നും ബാധിക്കുന്നില്ല. ഇതിനൊക്കെ കാരണം മനപ്പരം കാരണമാമനന്തി എന്ന് പറയും.
ഇതൊക്കെ നമ്മളുടെ മനസ്സാണ് നമ്മളെ ഇതിനെയൊക്കെ പ്രേരിപ്പിക്കുന്നത്. ഈ മനസ്സിനെ വേണ്ട പോലെ നമുക്ക് ഒന്ന് ഉപദേശിക്കാൻ സാധിക്കുകയാണെങ്കിൽ നമ്മൾ രക്ഷപ്പെട്ടു. നമ്മൾ പല കാര്യങ്ങൾക്കും നമ്മൾ മനസ്സാണ് നമ്മളെ കൊണ്ട് വേണോ വേണ്ടയോ എന്നുള്ളത് തീരുമാനിക്കുന്ന മനസ്സാണ്. അപ്പൊ മനസ്സിനെ മുഖ്യമായിട്ടുള്ള ആ ധർമ്മത്തിലൂടെ തന്നെ കൊണ്ടുപോയെങ്കിൽ മാത്രമേ നമുക്ക് വേണ്ട പോലെ നമ്മളെ ആ യഥാർത്ഥ ലക്ഷ്യത്തിലേക്ക് എത്തിക്കുവാൻ വേണ്ടിയിട്ട് സാധിക്കുകയുള്ളൂ. മനസ്സിനെ വേണ്ട പോലെ പാകപ്പെടുത്തി എടുക്കുക, അല്ലെ? അടക്കുക എന്ന് പറയും, മനസ്സിനെ അടക്കുക എന്ന് പറയും. എങ്ങനെയും മനസ്സിനെ അടക്കുന്നത്, അല്ലെ? ഇന്ന് ഋഷീശ്വരന്മാരൊക്കെ അവര് ശമതമാദികളെയൊക്കെ ശീലിച്ച് മനസ്സിനെ അടക്കി ആണ് അവര് പല സ്ഥലത്തും, അല്ലെ, പല ദിക്കുകളിലും പല ദിശകളിലായിട്ട് പോയി അവര് എല്ലാം വിട്ട് നിത്യ ആനന്ദത്തെ മനസ്സിലാക്കിക്കൊണ്ട് പോയിരിക്കുകയാണ് അവർ. അതൊക്കെ എങ്ങനെയാണ് ശരിക്ക് അവരടക്കുന്നത്? എങ്ങനെയാണ് ശരിക്ക്? ഇതൊക്കെ ഇതല്ല എന്നുള്ളതും വ്യക്തമായിട്ട് ബോധ്യം വന്നതിന് ശേഷമാണ് അവര് അതിലേക്ക് എത്തിച്ചേരുന്നത്. അപ്പം തീർച്ചയായിട്ടും നമ്മളുടെ ജീവിതത്തില് അത്രയൊന്നും നമുക്ക് അതിലേക്ക് എത്തേണ്ടതാണ് ശരിക്ക്. നമ്മളൊക്കെ അതിലേക്ക് എത്തേണ്ടത് തന്നെയാണ്. അതിനാണ് ഈ ഒരു മനുഷ്യ ജന്മം തന്നെ. പക്ഷെ നമ്മളുടെ അജ്ഞത കൊണ്ട് നമുക്ക് ചിലപ്പോൾ അതിലേക്ക് എത്താനുള്ള സാഹചര്യങ്ങൾ കുറവായിരിക്കാം. എങ്കിൽ കൂടെയും ഭാഗവതാദി ഗ്രന്ഥങ്ങൾ നമ്മൾ മനസ്സിലാക്കിയിടത്തോളം കാലം നമ്മള് തീർച്ചയായിട്ടും അതിലേക്ക് മാറാനുള്ള ശ്രമം നമുക്കുണ്ടാവണം. ആ ഒരു വിവേചന ബുദ്ധി നമുക്ക് ഉണ്ടായെങ്കിൽ മാത്രമേ നമുക്ക് വേണ്ട പോലെ നമ്മളുടെ കർമ്മങ്ങളെ അതിനനുസരിച്ച് നമുക്ക് പാകപ്പെടുത്തിയെടുക്കാൻ സാധിക്കുകയുള്ളൂ അവിടെ. അപ്പൊ പറഞ്ഞു വന്നത് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാല്, പണം കൊണ്ടൊന്നും ഒരിക്കലും നമുക്ക് പൂർണ്ണമായിട്ടുള്ള ഒരു ഭാവത്തിലേക്ക് എത്തിയെന്ന് വിചാരിക്കേണ്ടെന്നറിയാം. പണം ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് പലതും നമുക്ക് നടക്കും, ഇല്ലെന്ന് പറയുന്നില്ല. പക്ഷേ അതിലുപരി, പണത്തെക്കാൾ ഉപരി എന്താണ് വേണ്ടത്? നമ്മളുടെ ഭാവം ശുദ്ധമാക്കുക എന്നുള്ളതാണ്. ഈ ഭാവം ശുദ്ധമാക്കിയെങ്കിൽ മാത്രമേ ഈ സൽഭാവത്തിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുകയുള്ളൂ. അപ്പോഴേ സജ്ജനമാകുന്നുള്ളൂ. അവിടെ ധാരാളം സൽക്കർമ്മങ്ങൾ, അല്ലേ? ബലിക്ക് പറ്റിയത് എന്താണ് ശരിക്കും? അല്ലേ? തൻ്റെ കയ്യിലുള്ളത് പണം മുഴുവൻ തൻ്റെ ആണെന്ന് ഒരു ചെറിയ ഒരു ഒരു അഹംഭാവം എന്നൊന്നും പറയാൻ പറ്റുമെന്ന് സംശയം. മഹാബലി ആയതുകൊണ്ട് ആ മഹാബലിക്ക് വന്നതായിട്ടുള്ള പഴയ എന്താണ് ശരിക്കും? തൻ്റെ കയ്യിലെ ഉള്ള ആ ഐശ്വര്യം കൊണ്ട് എനിക്ക് എന്തും നേടിയെടുക്കാൻ, ഭഗവാനെ പോലും ജയിക്കാൻ സാധിക്കും എന്നുള്ള ഒരു രീതിയിലേക്ക് എത്തിയവിടെ. ആലോചിച്ച് നോക്കൂ. അപ്പം നമ്മളുടെ ജീവിതത്തിൽ ഒരിക്കലും പണം എന്നുള്ളത് ഒരു മുഖ്യ ധാരാവലി അല്ല സജ്ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം. അതുകൊണ്ടാണല്ലോ ഭഗവാൻ പറയാറില്ലേ, എന്റെ ഭക്തന്മാർ മുഴുവൻ ആരാണ്? നിഷ്കിഞ്ചനോ, അല്ലെ? നിഷ്കിഞ്ചനന്മാരാണ് എന്റെ ഭക്തന്മാര്. അപ്പൊ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാല്, നമുക്ക് ഈ പണത്തിന്റെ പുറകിൽ നമുക്ക് ആ സൽഭാവത്തിലേക്ക് എത്തി രണ്ടും കൂടെ ഒരിക്കലും പറ്റില്ല. അപ്പം ഈ സൽഭാവത്തിലേക്ക് ഉയർന്നു വരലാണ് യഥാർത്ഥത്തിൽ മനുഷ്യൻ. എത്ര പണമുണ്ടെങ്കിലും എത്ര കോടികൾ നമ്മളുടെ ബാങ്കിൽ ഉണ്ടെങ്കിലും നമ്മൾ ഇവിടുന്ന് വിട്ടു പോകുമ്പോൾ ഇതൊന്നും, അല്ലെ, ഒന്നും നമുക്ക് സ്വന്തമാണെന്ന് പറയാൻ സാധിക്കില്ല. ഇപ്പോഴൊക്കെ നമുക്ക് നമ്മളുടെ മായികമായിട്ടുള്ള ലോകം കൊണ്ട് ഇങ്ങനെ പറയാം, ഇതെന്റെയാണെന്നൊക്കെ പറയാം. പക്ഷെ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്തായിരിക്കും ചിലപ്പോൾ ഈ ശ്വാസം നിലയ്ക്കുന്നത്. ഈ ശ്വാസം നിലച്ചു കഴിയുമ്പോഴോ അത് മാത്രം നമ്മൾ ചിന്തിച്ചാൽ മതി. അത് മാത്രം ചിന്തിക്കുമ്പോൾ പക്ഷേ നമ്മളുടെ ഉള്ളിലൊരു സദ്ഭാവം ഉണ്ടെങ്കിൽ അത് ആർക്കും എടുക്കാൻ സാധിക്കില്ല. അത് നമ്മളുടെ കൂടെ തന്നെ പോരും. അത് എല്ലാ കാലത്തും ഈ ഒരു ഭാവം എല്ലാവരുടെയും ആ മനസ്സിൽ പതിഞ്ഞു കിടക്കുക. അതുകൊണ്ടാണ് ഇന്നും നമ്മളുടെ ഒക്കെ ഹൃദയ കമലത്തിന്റെ ഒരു ഭാഗത്ത് വിവേകാനന്ദ സ്വാമികളും, ഒരു ഭാഗത്ത് രമണ മഹർഷിയും, ഒരു ഭാഗത്ത്, അല്ലെ, ശ്രീരാമകൃഷ്ണ പരമഹംസരായിട്ടും ഇങ്ങനെ എത്ര മഹാത്മാക്കള് നമ്മളുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നത് എന്തുകൊണ്ടാണ്? ഇവർക്കൊക്കെ പണം ഉണ്ടായിട്ടാണോ? പണം അവരെ നശിപ്പിക്കുകയുള്ളൂ. ശ്രീരാമകൃഷ്ണദേവനൊക്കെ പണം എന്ന് പറഞ്ഞാല് തന്നെ അത് എന്താണ് കാണുന്നത് തന്നെ അദ്ദേഹത്തിന് ബുദ്ധിമുട്ടാണ്. ആ ഒരു അവസ്ഥയാണ്. അപ്പം യഥാർത്ഥത്തിൽ അതൊന്നുമല്ല ആധാരം. അപ്പം ഈ ഭാവത്തിലേക്ക് നമുക്ക് എത്തിച്ചേരുവാൻ വേണ്ടിയിട്ട് പല ത്യാഗങ്ങൾ അനുഭവിക്കേണ്ടി വരുമായിരിക്കാം, ഇല്ലെന്ന് പറയുന്നില്ല.
ആ ത്യാഗങ്ങളും ആ ത്യാജ്യങ്ങളും ഒക്കെ അനുഭവിച്ച് നമുക്ക് ഈ ഒരു സജ്ജന ഭാവത്തിലേക്ക് ഉയർന്നു വരുമ്പോൾ കിട്ടുന്ന ആ ഒരു ഭാവം മാത്രമേ നമുക്ക് ഈ മനുഷ്യ ജന്മം കൊണ്ട് നമുക്ക് നേടിയെടുക്കാൻ സാധിക്കുകയുള്ളൂ. അല്ലാതെ ഒരു വസ്തുക്കളും നമ്മൾ ഇവിടുന്ന് വിട്ടു പോകുമ്പോൾ നമ്മൾ കൊണ്ടുപോകുന്നില്ല. ലക്ഷ്യവും അതാണ്. നമ്മൾ വിചാരിക്കും ഈ മനുഷ്യ ജന്മത്തിന്റെ ലക്ഷ്യം അത് തന്നെയാണ്. പക്ഷെ നമ്മൾ വിചാരിക്കുന്നത് എന്താണ്, ഇങ്ങനെ നമ്മളുടെ കയ്യിലുള്ള ഐശ്വര്യങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ പണം കൊണ്ടോ നമ്മൾ പലതും നേടാമെന്നുള്ളതാണ്. പക്ഷെ ഈ പണം കൊണ്ടൊന്നും ഇത് നേടാൻ സാധിക്കില്ല. അതിനെ മാറ്റി വെച്ചുകൊണ്ട് ആ സത്സംഗത്തിലൂടെ നമുക്ക് കിട്ടുന്നതായിട്ടുള്ള അറിവിലൂടെ നമ്മൾ തന്നെ സ്വയം നമ്മളെ വിശകലനം ചെയ്യണം. ഞാൻ ചെയ്യുന്നതൊക്കെ പൂർണ്ണമായിട്ടും ശരിയാണോ? പൂർണ്ണമായിട്ടും ഞാൻ ഈ സൽഭാവത്തിലേക്ക് എത്തുന്നുണ്ടോ? നമ്മളുടെ മനസ്സിനെ പോലും ചിലപ്പോൾ കാപട്യം, നമ്മുടെ മനസ്സിനെ പോലും ഒന്ന് മറച്ചു വെച്ചുകൊണ്ട് നമ്മൾ ചിലപ്പോൾ ചെയ്യാൻ ശ്രമിക്കുന്നത്. അപ്പൊ അതുപോലും അതുകൊണ്ടാണ് ഭഗവാൻ പറഞ്ഞത് നിരസ്ത കുഹകം സത്യം. ആ നിരസ്ത കുഹകം സത്യം എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് നമുക്ക് എത്തിയെങ്കിൽ മാത്രമേ കറകളഞ്ഞതായിട്ടുള്ള ആ സൽഭാവം നമുക്ക് എത്തിച്ചേരാൻ സാധിക്കുകയുള്ളൂ. ആ ഒരു ഭാവത്തിലേക്ക് നമുക്ക് ഉയരുകയാണ് വേണ്ടത് എന്ന് ആണ് നമ്മൾ ഓരോ ദിവസങ്ങളിലും നമുക്ക് കിട്ടുന്ന സത്സംഗങ്ങളിൽ നിന്നും ശാസ്ത്ര പഠനങ്ങളിൽ നിന്നും ഒക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. ജീവിതത്തിൽ അതാണ് വേണ്ടത്. ജീവിതത്തിന്റെ ലക്ഷ്യം തന്നെ അതാണ്. ഈ മനുഷ്യ ജന്മത്തിന്റെ ലക്ഷ്യം അതാണ്. നമ്മൾ പലതും പല ലക്ഷ്യങ്ങളാണെന്ന് വിചാരിച്ച് നടക്കുക. അതൊന്നുമല്ല. ധാരാളം കൊട്ടാരങ്ങൾ കൂട്ടിക്കൊണ്ടോ ധാരാളം ക്ഷേത്രങ്ങളിൽ പോയിക്കൊണ്ടോ അല്ലെങ്കിൽ തീർത്ഥാടനങ്ങൾ ചെയ്യോ, ഇതൊന്നുമല്ല. അതൊക്കെ എന്തിനു വേണ്ടിയാണ്? ഈ ഒരു ഭാവത്തിലേക്ക് എത്തിച്ചേരുവാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കുന്നതായിട്ടുള്ള കർമ്മങ്ങളാണ് അതൊക്കെ. അതൊക്കെ മായയാണ് സത്യത്തില്. നമ്മൾ വിചാരിക്കും ഹിമാലയത്തിൽ പോയി കഴിഞ്ഞാൽ ഈ ഭാവത്തിലേക്ക് ഇത്ര നിർബന്ധമൊന്നുമില്ല. അത് നമ്മൾ സ്വയം നമ്മളെ തന്നെ വിശകലനം ചെയ്യുക. അതാണല്ലോ ആധ്യാത്മികം എന്ന് പറയുന്നത്. നമ്മളെ തന്നെ അധ്യയനം ചെയ്യുന്നതാണ് ആധ്യാത്മികം. അത് ദിവസം പ്രതി നമ്മളുടെ തെറ്റുകൾ എന്താണെന്നതിനെ കുറിച്ച് നമ്മൾ എപ്പോഴും വിചിന്തനം ചെയ്യുമ്പോൾ മാത്രമേ നമ്മൾ അവിടെ ശുദ്ധമാവുന്നുള്ളൂ. ശരി, അങ്ങനെ ആ ശുദ്ധമായിട്ടുള്ള ഒരു ഭാവത്തിലേക്ക് എത്തിച്ചേരലാണ് യഥാർത്ഥത്തിൽ. അപ്പോഴാണ് നമുക്ക് പലതും മനസ്സിലാകുന്നത്. എൻ്റെ ഉള്ളിലുള്ള ഈ ഗുണങ്ങളൊക്കെ മാറിക്കഴിഞ്ഞാൽ എന്താണ്, ഞാനും ഈശ്വരനുമായിട്ട് വ്യത്യാസമില്ല എന്നുള്ളതിലേക്ക് എത്തിച്ചേരുന്ന അപ്പോഴാണ് അവിടെ. അപ്പൊ എൻ്റെ ഗുണങ്ങളാണ് യഥാർത്ഥത്തിൽ എന്നെ ഇന്ന് പലതുമായിട്ട് തോന്നിപ്പിക്കുന്ന ഭ്രമിപ്പിക്കുന്നതായിട്ടുള്ള വസ്തുക്കൾ മുഴുവൻ. അതിനെയൊക്കെ നമുക്ക് ഒഴിവാക്കാൻ സാധിക്കുമെങ്കിൽ യഥാർത്ഥത്തില് സൂതൻ ശൗനകാദികൾക്ക് പറഞ്ഞു കൊടുത്തതുപോലെയുള്ള ദേഹാപത്യ കളത്രാദിഷു ആത്മസൈന്യേഷു അസൽ സ്വപി, ആ സത്തല്ലാത്തതിനെയൊക്കെ നമുക്ക് മാറ്റി 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 വിടുമ്പോൾ നമുക്കറിയാൻ സാധിക്കും ഞാനും ഈശ്വരനും ഒന്നാന്നുള്ള ഒരു അവസ്ഥ. ഇതാണ്, ഈ ഒരു ഭാവമാണ് സജ്ജന ഭാവം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് സജ്ജനങ്ങളെ നമ്മൾ ഈശ്വരനായിട്ട് കാണുന്നത്, അല്ലെ? ഗുരുക്കന്മാരെയും അച്ഛനെയും അമ്മയെയും ഒക്കെ ഈ ഈശ്വരനായിട്ട് നമുക്ക് കാണണം എന്ന് പറയുന്നതിൻ്റെയൊക്കെ കാര്യം എന്താണ്? നമ്മളും ഈശ്വരനാണ് ശരിക്കും. പക്ഷെ നമ്മളുടെ ഉള്ളിൽ നമുക്കത് അനുഭവത്തിലേക്ക് എത്താൻ സാധിക്കുന്നില്ല. അപ്പം എന്ത് ചെയ്യണം? നമ്മൾ എന്നും നമ്മളെക്കുറിച്ച് തന്നെ വിശകലനം ചെയ്തുകൊണ്ടിരിക്കുക. എന്തൊക്കെയാണ് നമ്മൾക്ക് വേണ്ടാത്തതുള്ളതെന്ന് വെച്ചാൽ അതിനെയൊക്കെ നമുക്ക് ത്യജിക്കുവാനുള്ളൊരു ത്യാജ്യ വിവേകം നമുക്ക് ഉണ്ടാവണം. ആ ഫൊർഗെറ്റ് ആൻഡ് ഫൊർഗീവ് എന്നുള്ള ആ ഒരു ഭാവത്തിലേക്ക് നമുക്ക്, അല്ലെങ്കിൽ ആ ഒരു റൊട്ടീൻ നമ്മളുടെ ജീവിതത്തിൽ എന്നും സൂക്ഷിക്കാൻ നമുക്ക് സാധിക്കുകയാണെങ്കിൽ ഈ പറഞ്ഞതായിട്ടുള്ള മനുഷ്യ ജന്മം കൊണ്ട് നേടിയെടുക്കേണ്ട സാഫല്യം അത് നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും. അപ്പം ഓരോ കർമ്മങ്ങളും നമ്മൾ അതീവ ശ്രദ്ധയോടുകൂടി തന്നെ നമുക്ക് ചെയ്യാൻ നമുക്ക് സാധിക്കണം. അപ്പോഴാണ് നമ്മൾ യഥാർത്ഥത്തിൽ ആ സൽഭാവത്തിലേക്ക് നമുക്ക് ഉയരാൻ സാധിക്കുന്നത്. ഒക്കെ ഗുരുവായൂരപ്പൻ എല്ലാവർക്കും ആ ഒരു ഭാവത്തിലേക്ക് ഉയരാൻ സാധിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മൾ പതിവ് പോലെ അല്ലേ, പലതരത്തിലുള്ള ദുഃഖങ്ങളാണ് ഇന്ന് ലോകം കണ്ടുകൊണ്ടിരിക്കുന്നത്. ദമ്പതികളായിട്ടുള്ളവരുടെ ദുഃഖം, അച്ഛനമ്മമാരുടെ ദുഃഖം, മുത്തശ്ശന്മാരുടെ ദുഃഖം, ഒറ്റപ്പെടലിന്റെ വേദനകൾ, അല്ലെ? പലതരത്തിലുള്ള രീതികളിലുള്ള പലരുടെ ജീവിതം. പിന്നെയോ അത് തന്നെയല്ല, കുട്ടികൾക്ക് അച്ഛനമ്മമാരുടെ ലാളന കിട്ടുന്നില്ല.
അച്ഛനമ്മമാർക്ക് കുട്ടികളിൽ നിന്ന് കിട്ടുന്ന ബഹുമാനം ഭക്തി ഉണ്ടാകുന്നില്ല. അതുകൂടാതെ ഇന്ന് ഗുരുക്കന്മാര് ശിഷ്യന്മാര് അവർക്ക് തമ്മിലുള്ള വേണ്ട പോലെയുള്ള ആ സ്നിഗ്ധത അല്ലെങ്കിൽ സ്നേഹം, പ്രേമം, അങ്ങനെയുള്ള പല തരത്തിലുള്ള ദുഃഖങ്ങൾ ഇന്ന് ലോകം അനുഭവിക്കുന്നുണ്ടെങ്കിൽ ആ ദുഃഖത്തിനൊക്കെ ഒരു പരിഹാരമായിട്ട് എല്ലാവർക്കും ഈ ഒരു ശാന്തി, സമാധാനം അല്ലെങ്കിൽ ഒരു വിവേചന ബുദ്ധി എല്ലാവർക്കും ഉണ്ടാവണേ എന്ന് ഗുരുവായൂരപ്പനോട് നമുക്ക് എല്ലാവർക്കും ഒരേ സ്വരത്തില് ആ ജ്വരസ്തുതി ചൊല്ലി പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഇന്ന് ഭാഗവതത്തിലേക്ക് പ്രവേശിക്കാം. ജ്വര ഉവാച നമാമി ത്വാനന്ദശക്തിം പരേശം സർവാത്മാനം കേവലം ജ്ഞപ്തിമാത്രം വിശ്വോൽപത്തിസ്ഥാന സംരോധഹേതും യത്തൽ ബ്രഹ്മ ബ്രഹ്മലിംഗം പ്രശാന്തം കാലോ ദൈവം കർമ്മ ജീവ സ്വഭാവോ ദ്രവ്യം ക്ഷേത്രം പ്രാണാത്മാ വികാര തത്സംഘാതോ ബീജരോഹ പ്രവാഹസ്ത്വന്മായേഷ തന്നിഷേധം പ്രപദ്യേ നാനാഭാവീൽ ലീലൈവോപപന്നീർദേവാൻ സാധൂം ലോകസേതൂൻ ബിഭർഷി ഹംസ്യൂന്മാർഗാൻ ഹിംസയാ വർത്തമാനാൻ ജന്മൈതത്തെ ഭാരഹാരായ ഭൂമേഃ തപ്തോഹം തേ തേജസാ ദുസ്സഹേന ശാന്തോ ഗൃണാത്യുൽബണേന ജ്വരേണ താവത്താപോ ദേഹിനാം തേഘ്രിമൂലം നോ സേവേരൻ യാവദാശാനുബദ്ധാഃ താവത്താപോ ദേഹിനാം തേഘ്രിമൂലം നോ സേവേരൻ യാവദാശാനുബദ്ധാഃ താവത്താപോ ദേഹിനാം തേഘ്രിമൂലം നോ സേവേരൻ യാവദാശാനുബദ്ധാഃ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.